അമ്മ പൊങ്കലുണ്ടാക്കുവന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നേ വരെ ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ കയറി ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാത്ത ആളാ അമൃത. അവളാണോ ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്നേ? എന്റെ പൊന്നു മാളു, സത്യം പറഞ്ഞ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തിന്? എടി, ശർക്കര പൊങ്കൽ എന്തായി തീരുവെന്ന് എനിക്കറിയില്ല. ഏട്ടൻ പേടിക്കണ്ട, ഇത് അത്ര വലിയ ആന കാര്യമൊന്നും അല്ല. ഏട്ടത്തിക്ക് ശീലമില്ലാത്തോണ്ടല്ലേ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. എന്നാ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഏട്ടത്തി, ഏട്ടത്തി ഇങ്ങോട്ട് മാറിക്കേ. ഏട്ടത്തി, എന്താ പറ്റിയേ? കണ്ണിലെ പൊടി പോയി. അയ്യോ, കണ്ണു തുറന്നേ നോക്കട്ടെ. ഇപ്പൊ പോയോ? ഇപ്പൊ പോയോ? പോയി. ഏട്ടത്തി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇപ്പൊ എന്താ വേണ്ടേ? പൂജയ്ക്കുള്ള ശർക്കര പൊങ്കൽ ഉണ്ടാക്കണം. അത്രയല്ലേ ഉള്ളൂ. ഏട്ടത്തി, ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി. ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് സെറ്റാക്കാം. എനിക്കിതൊന്നും അറിയില്ല. അറിയാത്തത് പറഞ്ഞു തരാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. പക്ഷെ ചെയ്യേണ്ടത് ഏട്ടത്തിയാ. ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ മഹാലക്ഷ്മിയാ. ഈ വീടിന്റെ മരുമകളാ അമൃതേടത്തി. ദാമ്പത്യ പൂജയിലെ പ്രസാദം ഉണ്ടാക്കേണ്ടത് ഏട്ടത്തി എന്നല്ലേ. അതുകൊണ്ടല്ലേ ശ്രീയേട്ടനോട് സഹായിക്കണ്ടെന്ന് സാവിത്രിയമായി പറഞ്ഞത്. അല്ലാതെ ഏട്ടത്തിയോട് ദേഷ്യമുള്ളതുകൊണ്ടൊന്നും അല്ലാട്ടോ. വാ, ഇരിക്കെ ഇരിക്കേ. ആദ്യം അരിയെടുക്ക. അരി 2-3 വെള്ളം നന്നായിട്ട് കഴുകണം. കൈകൊണ്ട് പതുക്കെ തിരുമിയാ മതി. അങ്ങനെ പതുക്കെ പതുക്കെ തിരുമണം. ഇനി ആ വെള്ളം കളഞ്ഞേ. അങ്ങനെയല്ല, കൈ ഇങ്ങനെ അങ്ങനെ പിടിക്കേ. അങ്ങനെ കുറച്ച് കുറച്ചായിട്ട്. മതി മതി. ആ, വെള്ളം തിളയ്ക്കുന്നുണ്ട്, അതിലേക്കിട്ടോ. ആ, അങ്ങനെ. ആ, മതി. ഇനിയേ ആ ശർക്കര ഇങ്ങെടുത്തേ. ആ പാത്രം ഇങ്ങനെ നേട്ടത്തി. ഇങ്ങനെ 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 ഇതിലേക്ക് ഇടണം. പതുക്കെ. ആ, അങ്ങനെ. മതി മതി മതി. ഇനി ആ പഴം ഇങ്ങെടുത്തേ. ആ, ഇനി അത് കട്ട് ചെയ്ത് ഇതിലേക്കിട്. അയ്യോ അയ്യോ, അങ്ങനെയല്ല, ചെറുതായിട്ട്. മതി മതി മതി. ഇനി ഇതെല്ലാം കൂടി അതിലേക്ക് ഇടണം, മുഴുവനും. അവിടെ വെച്ചോ. ഇനി ദേ ആ തവി കണ്ടോ, അതിങ്ങെടുത്ത് അടി പിടിക്കാതെ ഇളക്കിക്കോ. ആ തവി തന്നെ ഇളക്കിക്കോ. അങ്ങനെ. തീ അധികം ആവാതെ നോക്കണേ. ആ, ഇനി അതൊന്ന് വേഗട്ടെ. കണ്ടോ, ഏട്ടത്തെ കൊണ്ട് പറ്റുന്ന കാര്യമുള്ളൂ അല്ലേ? മാളു, ആ, ദേ വരുന്ന ജലജമായി. നോക്കിക്കോണേ. ആ, അരി നന്നായി വെന്തോന്ന് നോക്കണം കേട്ടോ. തീ അധികം ആവാതെ നോക്കണം. ശരി, വരാമേ. മോനെ, അവരെത്താറായോ? ആ, എത്താറായി. വിളിച്ചായിരുന്നു. അതെയോ? ആ, എത്തിയല്ലോ. ഹലോ. ആ,
വരൂ. നമസ്കാരം. ശ്രീനാഥേ, നമ്പ്യാർ സാറേ, അല്ല എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുക, ഇയാൾക്ക് ഈ നമ്പ്യാർ സാറേ എന്നുള്ള വിളി നിർത്താൻ അവിടെ പരിപാടിയൊന്നും ഇല്ലേ? അയ്യോ കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ. ഓഹോ, ആയിക്കോട്ടെ. അല്ല രുക്മിണി, സാറ് പറഞ്ഞതിലാടാ കറക്റ്റ്. മോനെ സുഖമായിട്ടിരിക്കുന്ന അമ്മേ. മുത്തശ്ശ, അല്ല ഇതാരും മാണു. പൂജ തുടങ്ങിയിട്ടില്ല, കൃത്യസമയത്ത് തന്നെ എത്തിയത്. ഓഹോ, അതിരിക്കട്ടെ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാം റെഡിയാ മുത്തശ്ശ. വാ, എല്ലാരും അകത്തേക്ക് വാ. പിന്നെന്താ, വാ വാ വാ. വാ. പോടാ. പൊടി. അല്ല എന്താ ഭരത ഒന്നും മിണ്ടാതെ? ഒന്നുമില്ല സാറേ. പൂജയുടെ കാർമ്മികൻ പനയമ്പറ്റ തിരുമേനിയാണല്ലേ? അതെ. അമൃതയെ കണ്ടില്ലല്ലോ. അവരെല്ലാം അകത്തേക്ക് കയറിപ്പോയി. ഓക്കെ. ഗർഭപുല്ല് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് തിരുമേനി. കർപ്പൂരം ചന്ദനം എടുത്ത് വെച്ചിട്ടില്ലേ? വരൂ മുത്തശ്ശ. വാ. ആ നമസ്കാരം. നമസ്കാരം. ഇരുന്നോളൂ. നമ്പ്യാർ സാർ വരൂ. ആ നമസ്കാരം. അവിടെ ഇരുന്നുള്ളൂ. ആ ദേ ഇവിടെ പൂജ കാണാൻ സൗകര്യമുണ്ട്. ഉള്ളിക്ക് വരും. അതെ, പൂജ തുടങ്ങാൻ നിന്നെ അധികം സമയമില്ല. എല്ലാവർക്കും ഇവിടെ ഇരിക്കാം. കർപ്പൂരം തട്ടത്തിൽ അല്ല. വെച്ചുള്ളൂ. ഇരിക്കേ. എല്ലാ ആവശ്യത്തിനുണ്ടോ? വന്നിട്ട് അമൃതമോളെ ഇതുവരെ കണ്ടില്ല. അവളെവിടെ പോയി? അവളപ്പുറത്തുണ്ട്. ചേച്ചി ഒന്ന് വിളിക്കാവോ? ഏട്ടത്തി ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. അതെന്താ? അമൃതമോൾ അവിടെ കുറച്ച് ജോലിയില്ല. ജോലിയിലോ? അതെ, പൂജയ്ക്ക് നിവേദിക്കാനുള്ള ശർക്കര പൊങ്കൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അമ്മു ഇപ്പോഴേ ഈ കുടുംബത്തിൽ ഒരാളായി മാറി കഴിഞ്ഞു. അമ്മ പൊങ്കൽ ഉണ്ടാക്കുവന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നേ വരെ ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ കയറി ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാത്ത ആളാ അമൃത. അവളാണോ ശർക്കര പൊങ്കൽ ഉണ്ടാക്കുന്നേ?